സുപ്രീം കോടതിയിൽ ഇതിന് അപ്പീൽ പോകും. 12 പ്രതികൾക്കാണ് 3 ജീവപര്യന്തമായിട്ട് കൊടുത്തിട്ടുള്ളത്. 4ഉം 11 പ്രതികളെ കീഴ്ക്കോടതി നേരത്തെ വെറുതെ വിട്ടതാണ്. 16ാമത്തെ പ്രതിയാണ് ഒരു സിമ്പിൾ ഇംപ്രിസൺമെൻറ്റ് കൂടി ഇവിടെ കൊടുത്തിരിക്കുകയാണ്. ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിൽ പറഞ്ഞാൽ ഇതൊരു മികച്ച സന്ദേശമാണ്. 1ാം പ്രതിയെ വെറുതെ വിടുമ്പോൾ ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഈ സമൂഹത്തിന് മോശപ്പെട്ട ഒരു സന്ദേശമാണ് കൊടുത്തിട്ടുള്ളത്. എന്നാൽ 12 പേർക്ക് 3 ജീവപര്യന്തം കൊടുത്തത് വഴി മറ്റൊരു സന്ദേശം കൂടി ഈ സമൂഹത്തിന് കൊടുത്തിട്ടുണ്ട്. ഇതൊരു പരിഷ്കൃത സമൂഹത്തിനെതിരായിട്ടുള്ള ഒരു കുറ്റകൃത്യമായതുകൊണ്ട് വിക്ടിം അപ്പീലിൻ്റെ ഭാഗത്തു നിന്ന് ഞാൻ ആവശ്യപ്പെട്ടത് ക്യാപിറ്റൽ പണിഷ്മെൻറ്റ് കൊടുക്കണം എന്നാണ്. എന്നിരുന്നാലും 12 പേർക്കെങ്കിലും 3 ജീവപര്യന്തം കൊടുത്തു എന്നുള്ളത് ഈ നിയമ പോരാട്ടത്തിൻ്റെ വലിയ വിജയമാണ്. അതിലെ പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ടുള്ള എൻ്റെ സുഹൃത്ത്, പ്രിയപ്പെട്ട സുഹൃത്ത് PV ജീവേഷ്, അതുപോലെ തന്നെ എൻ്റെ ഒപ്പമുള്ള രാജേഷ് മേനോനും, അതുപോലെ തന്നെ മറ്റു പുറയിൽ നിന്നിട്ടുള്ള എല്ലാവരും ഇതിനെ സമരസമിതിയൊക്കെ വളരെ ഇതിനെ അഹോരാത്രം പണിയെടുത്ത ആളുകളാണ്. ഇതിലൊരു കാര്യം പ്രിയപ്പെട്ട ചാനലുകാരോട് പറയാം. ഈ ചാനലുകാരുടെ അല്ലെങ്കിൽ മീഡിയാസിൻ്റെ വലിയ ഇടപെടലാണ് ഈ കേസിനെ വലിയ ഒരു സോഷ്യൽ മൂവ്മെൻ്റായിട്ട് കേരളത്തിൽ മാറ്റിയത്. അതുകൊണ്ട് ഈ മീഡിയാസിനെ പ്രത്യേകമായി ഞാൻ ഒരു മനുഷ്യൻ എന്ന നിലയിലും അഭിഭാഷകൻ എന്ന നിലയിലും പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. മറ്റൊരു കാര്യം, ഈ കേസിൽ അട്ടപ്പാടി മധുവധ കേസിൽ പ്രോസിക്യൂഷൻ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു. ഇത് മാതൃകാപരമായ ഒരു ശിക്ഷാ നടപടിയാണ്. പിഴത്തുകയായി 30 ലക്ഷം മധുവിൻ്റെ അമ്മയ്ക്ക് നൽകാൻ കോടതിയുടെ വിധി ഉണ്ടായിട്ടുണ്ട്.